വൈറലായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും ചേരുമോ? ഇന്ന് നമുക്ക് ഈ ഒരു ബ്രഷ് എങ്ങനെ ഉണ്ട് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇങ്ങനത്തെ ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ഹെയറിന് നല്ലൊരു വോളിയം തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ എപ്പോഴും ഹീറ്റ് ഉപയോഗിക്കണേക്കാട്ടിലും മുൻപ് ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ യൂസ് ചെയ്യണം. സ്പ്രേ യൂസ് ചെയ്തുകൊണ്ട് ഫുൾ ഹീറ്റ് ഡാമേജ് മാറത്തില്ല, ഒരു 50% കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ മുടിക്ക് ഇച്ചിരി കൂടി ബെറ്റർ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ യൂസ് ചെയ്തിട്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടി. ഇനി ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് അറിയോ? എനിക്ക് തോന്നിയത് നിങ്ങളുടെ മുടി ഒരു സ്ട്രെയിറ്റ് വേവി ഹെയർ വരെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇനി നിങ്ങളുടെ കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ചില കേളി ടൈപ്പുകൾക്ക് ഒക്കെ ആയിരിക്കും. പക്ഷെ എന്റെ പോലത്തെ ഇങ്ങനെ എന്താ പറയാ പെട്ടെന്ന് ഫ്രിസപ്പ് ആയി പോണ ഇങ്ങനെ പഫി ആയിട്ടിരിക്കുന്ന കേളി ഹെയർ ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്ര കണ്ട് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ ഇവിടെ കേരളത്തിലെ ഹ്യൂമിഡിറ്റിയിൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത്ര ഹീറ്റ് പോരാ നമ്മുടെ മുടി ക്യൂട്ടിക്കിൾസ് ക്ലോസ് ചെയ്യണമെങ്കിൽ. നമുക്കിപ്പോൾ ഫ്ലാറ്റ് അയൺ ഇല്ല, ആ അയൺ മെഷീൻ യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് മുടി നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ മേ ബി ഒരു 1 hour അങ്ങനെ വരെ നിന്ന് അത് കഴിയുമ്പോഴേക്ക് എന്തായാലും അത് പഫി ആയിട്ട് ഇങ്ങനെ പൊന്തിപ്പോരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വേവി ഹെയർ ആണ്, സ്ട്രെയിറ്റ് ഹെയർ ആണ്, കേളി പഫി ആവാത്ത കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ വരെ ഇത് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. പക്ഷെ എന്റെ ഹെയറിൽ ഇത് അത്ര കണ്ട് എനിക്ക് വർക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു സ്ട്രെയിറ്റ് ചെയ്തല്ലേ ഒരു ബ്ലോ ഡ്രൈ ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഒതുങ്ങിയ ലുക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കമന്റ് സെക്ഷനിൽ പറയണേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.